കാണിക്കുന്നേ? നിനക്കിത് കണ്ണു കാണാൻ വയ്യേ? എനിക്ക് കണ്ണ് കാണാൻ വയ്യുന്നു. കണ്ണ് കാണാവുന്നതാണ് ചോദിച്ചത്. കാണാമെങ്കിൽ പിന്നെ എന്തോത്തിനാ ചോദിക്കണേ? അങ്ങ് പോയാ പോരെ. ആഹാ, ഇതേ നാട്ടുകാർക്ക് നടക്കാനുള്ള വഴിയാ. നാട്ടുകാർ നടന്നു പോയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്തു? അവിടെ നില്ലടി. ഇവിടെ വണ്ടി കൊച്ചമ്മ പറഞ്ഞില്ലേടി? നിന്റെ കൊച്ചമ്മ ആരാ? ഇവിടുത്തെ കളക്ടറാണോ? മര്യാദയ്ക്ക് അടുക്കള പറഞ്ഞ് കാപ്പിയിട്ട് നിന്റെ കൊച്ചമ്മയുടെ വാക്കിയാ തൊഴിച്ചോട്. അല്ലെ കൊച്ചമ്മ കരയും. എന്റെ കൊച്ചമ്മ കളക്ടറാണോ മന്ത്രിയാണോ നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഏലിക്കുട്ടിയാണെ കാണിച്ചു തരാടി. എനിക്ക് എന്തെങ്കിലും കാണിക്കാൻ കൊണ്ടുവരാണെങ്കിലേ എന്നെ കൂടെ വിളിക്കണേ. കാണിക്കാൻ പറ്റിയ ഒരു മോന്തേ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഓ നല്ല സ്വഭാവം. സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഓ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഡാടാ ചക്കരെ, ഇത്തിരി വെള്ളം കോരി ആ റേഡിയേറ്ററിലേക്ക് ഒഴിച്ചേടാ. അയ്യോ ചക്കരെ, അച്ഛന്റെ പുന്നാര മോള് തന്നെ ഒഴിച്ചാ മതി. നിന്റെ ചൊള്ളൊക്കെ ഇളകി വരട്ടടാ. ഇളകി കോലത്തിലായത്. നിന്റെ ഷർട്ടും മുണ്ടും നനയ്ക്കാൻ എന്റെ അടുത്തോട്ട് വാ. നീ ഇനി മുതൽ എന്റെ ഷർട്ടും മുണ്ടും കഴുകണ്ട. അത് ഞാൻ നനച്ച് ഇളക്കിക്കോളാം. മനസ്സിലായോ? പോടാ. എന്താണ് ഒരു ബഹുമാനം ഇല്ലാത്തത്? എനിക്ക് ജോലിയില്ലെന്ന് വെച്ച് എന്തും ചെയ്യാം. കൊച്ചമ്മേ കൊച്ചമ്മേ കഥ പറഞ്ഞേ. എന്നെ വാടി ഇത് വാതിൽ പൊളിഞ്ഞു പോവല്ലോ. എന്നെ വാടി. എനിക്ക് സഹിക്കാൻ വേണ്ടിട്ടാ കൊച്ചമ്മേ. കിടന്ന് മോങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ കൊച്ചമ്മേ പറഞ്ഞാൽ ഞാൻ സഹിക്കുകയില്ല. ആരെന്നാ പറഞ്ഞെന്നാ? ആ മാമാരുടെ മോള്, ആ കോത. അവളെന്നാ പറഞ്ഞു? അയ്യോ, അവള് പറഞ്ഞത് മുഴുവൻ പറയാൻ എന്റെ നാവ് വളയുകയില്ല. അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ലേ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായെന്നാ? എന്താ ഉണ്ടായെന്നോ? നടക്കല്ലേൽ ഇറങ്ങുന്ന നിർത്തിട്ട് കാർ കഴിവെന്ന് കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടില്ലയോ? എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാനതൊന്ന് ചോദിച്ചു പോയി. എന്റെ മാതാവേ, എന്നെ അവളൊരൊറ്റ ആട്ട്. എന്നാ വെറുതെ ഭാന്നോ പൂന്നോ ഒന്നുമല്ല, നാലും കൂട്ടി കനത്തിലൊരു മൊഴി കൂടെ പറഞ്ഞിട്ട് ആട്ടിയത്. നിന്റെ കൊച്ചമ്മ ആരാടി? ഇവിടുത്തെ കളക്ടറാണോ? കെട്ടിയോനെ ചട്ടം പഠിക്കും പോലെ അവളെ പഠിപ്പിക്കാൻ ചെന്നാലേ ചൂലെടുത്ത് കൊച്ചമ്മയുടെ മോന്തയ്ക്കൊന്ന് തരുമെന്ന് എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞാൽ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയില്ല. എനിക്കിതൊന്നും സഹിക്കാൻ മേലേ. ആ പിന്നെ അവള് പറയുവാ, ചിന്നത്തമ്പിയെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതേ പണിക്കാരനായിട്ടൊന്നും അല്ല, മോനച്ചൻ ചേട്ടൻ എസ്റ്റേറ്റിൽ പോകുമ്പോ കൊച്ചമ്മയ്ക്ക്. അയ്യോ, എനിക്ക് നാക്ക് വഴങ്ങുന്നില്ല. ചിന്ന കൊച്ചമ്മ വന്നേ വാ. പാടാ. പറഞ്ഞത് മുഴുവനും ഞാൻ പറഞ്ഞിട്ടില്ല കൊച്ചമ്മ. രണ്ടിലൊന്നിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. രണ്ടിലൊന്നല്ല, രണ്ടിൽ രണ്ടൊന്നറിയണം കൊച്ചമ്മ. ആഹാ, ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് സർപ്പത്തെ കയറി കടിക്കാൻ തുടങ്ങി. അത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചിന്നത്തമ്പി അങ്ങനെയല്ലേ? എന്നാ പ്രശ്നം അറിഞ്ഞില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പടി എന്നാ ഞാനും പറയാം. എന്താ നിങ്ങക്ക്? ഞാനിതിനെ നിങ്ങൾ അടിക്കുന്നേ? വേണ്ട വേണ്ട, അറിയാഭാവം ഒന്നും അടിക്കണ്ട. ഇവനെ 5-6 വയസ്സുള്ളപ്പോ എന്റെ കൂടെ വന്നതാ. എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ. അതിന് ഞാനെന്താ പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ലേ? എടി, ഈ കുന്ത്രാണ്ട വിട്ടിട്ട് കഴിവറിയെന്ന് എവിടെ പറഞ്ഞപ്പോ നീ അവളോട് എന്തൊക്കെയാ പറഞ്ഞെന്ന്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കൊച്ചമ്മ കിടന്ന് വെളിച്ചപ്പാട് തുള്ളണ്ട. ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ ഇവിടുത്തെ കളക്ടറാണോന്ന് ചോദിച്ചില്ലയോ? ആ, അത് ഞാൻ പറഞ്ഞില്ലേ. ആഹാ, എടാ അടിക്കടാ അവളെ. അടിക്കാൻ കൊച്ചമ്മ അടിക്കടാ. താൻ അടിക്കോ? അടിക്കടോ, ഒന്ന് കാണിക്കടോ. അടിക്കാൻ അടിയടാ കാരണത്ത്. ഞാൻ കളക്ടറാണോ മന്ത്രിയാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കൊച്ചമ്മ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. കൊച്ചമ്മ തന്ന ചോറായി തടി. പക്ഷേ പെണ്ണുങ്ങളെ തല്ലുന്ന വലിയ ആണത്തൊന്നുമല്ല. നമുക്ക് മാധവേട്ടനോട് പോയി പറയാം. മാത്രമല്ല, ഈ ഏലിക്കുട്ടി പറഞ്ഞ മുഴുവൻ സത്യമാണോന്ന് അറിയാൻ ചെയ്യാലോ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ കള്ളമാണെന്നോ? ചിന്നനെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ വ്യാകുല മാതാവേ. അവിടെ നിൽക്കാൻ. ഇത് സത്യമാണോ നുണയാണോന്ന് അറിയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന നുണയാണെന്ന് തന്നെ കൂട്ടിക്കോ. എനിക്ക് ഇത് തന്നെ വേണം. ചിന്നത്തമ്പി പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. കുറച്ചല്ല, ചിന്നത്തമ്പി പറയുന്ന മുഴുവൻ കാര്യ. അതെ അതെ, ഗീതക്കുട്ടി തെറ്റ് ചെയ്താൽ തന്നെ കേൾക്കാൻ കാരണന്മാരുണ്ടല്ലോ. മാറി നിക്കടാ. എടീ, ചെവിക്ക് നുള്ളിക്കൂ. ഞാനേ ഈ കോളനിയിലെ കളക്ടർ തന്നെയാ. എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട. വാടാ. മതി മുത്തച്ഛ, നല്ല ചെത്തായിട്ട്. കുറുമ്പിക്കാളി ഞാൻ ഈ ദരിദ്രവാസികളെ ഒന്ന് വിളിച്ചാലും കേൾക്കത്തില്ല.
ഇവിടെ മാധവനായരെ മതം ചേട്ടാ മാഞ്ചേട്ടാ അല്ല കിക്കിലി കൊച്ചുമേന്റെ കാലത്ത് ചൂലും ഒക്കെ ആയിട്ട് വല്ല ശുചീകരണ പരിപാടിയും ഉണ്ടോ? ആ എന്താടാ ചെയ്യുന്ന? ആ ഇച്ചിരി ശുചീകരണം നടത്താൻ തന്നെ ഇറങ്ങിയതാ. അല്ല അതിന് ഗാന്ധി ജയന്തി കഴിഞ്ഞല്ലോ. മതിയായില്ലടാ നിനക്ക്. നിന്ന് മൂത്രം ഒഴിക്കുന്നവന്റെ ദുശീലം തന്തയോട് പറയാൻ ചെന്നപ്പോ തന്ത നടന്നു മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ആര് മൂത്രം ഒഴിച്ചു എന്നാ നിങ്ങളീ പറയുന്നേ? മാധവൻ ചേട്ടന്റെ മോള്. ഓർമ്മളയോ? അല്ല. പിന്നെ ആര് ഗീതയോ? അവളെവിടെ മൂത്രം ഒഴിച്ചെന്ന്? അയ്യോ മൂത്രം ഒഴിച്ചൊന്നല്ല, പിന്നെ കൊച്ചമ്മയെ ചീത്ത വിളിച്ചു. ഗീതയോ? അവൾ ഇത്ര ഉണ്ണിയാർച്ചയാണെന്നേ ഉള്ളൂ, ചീത്തത്ര ഒന്നും പറയല. പറയേലാന്ന് നിങ്ങൾക്ക് എന്നാ ഉറപ്പ്? എന്റെ മകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രസാദോ സന്തോഷോ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ എന്റെ പെമ്മക്കൾ അങ്ങനെ പറയലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ആട്ടെ അവൾ എന്താ പറഞ്ഞത്? അങ്ങനെ പരസ്യമായിട്ട് പറയാനേ എനിക്ക് ഇച്ചിരി ദണ്ണമുണ്ട്. ആ എങ്കിലും ഒരു പേപ്പറിൽ എഴുതി രഹസ്യമായിട്ടോടെ കൊടുത്തേര്. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ഞാൻ വായിച്ച് വിസ്തരിച്ചോളാം. എന്താ? അതെ അത് മതി. ഏതാ മതിയെന്ന്? നിന്റെയൊക്കെ വാക്കും കേട്ട് ഇയാളോടൊക്കെ ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. സത്യത്തിൽ നിങ്ങൾക്ക് നല്ല 2 തല്ലിന്റെ കുറവുണ്ട്. ഏ ആ 2 എണ്ണം തന്നാലൊന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഹാ എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് ഇയാൾ എന്നെ തല്ലുവോ? നിങ്ങളുടെ വീടോ? ഞാനിവിടെ താമസിച്ചിടത്തോളം കാലം ഇത് എന്റെ വീടാ. ഓശാരത്തിനൊന്നും അല്ലല്ലോ. 1,000 രൂപ അല്ലയോ അങ്ങോട്ട് എണ്ണി തരുന്നേ? അയ്യണ 300 ഉലുവ ഇങ്ങോട്ട് എണ്ണി തന്നാലേ കൊറേ എണ്ണാന് മാത്രം ഉണ്ട് താനും. എന്റെ കുറഞ്ഞു പോയോ? 500 600 കൊണ്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിക്കാ. വല്ല കള്ളക്കടത്തുകാരും ആയിരിക്കും. ആരെങ്കിലും ആയിക്കോ. നിങ്ങളെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ പേടിപ്പിച്ച് ഇറക്കി വിടാമെന്ന് വിചാരിക്കണ്ട. ഇറക്കി വിടാനേ എനിക്ക് ഇയാളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കടലാസ് കൊടുത്താ മതി. കോടതിയിലോ? ആ ഞാൻ കഴിഞ്ഞു കൊലേ. ചേടാ ഇത് കൊള്ളാമല്ലോ. വാടകയോട്ട് കൂട്ടി തരത്തുമില്ല. വായി തോന്നി അനാവശ്യങ്ങളൊക്കെ പറയാമെന്നോ? അങ്ങനെ നിങ്ങളുടെ വായി തോന്നുന്നു അല്ല വാടകയൊന്നും കൂട്ടി തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? വാടകയ്ക്ക് ഈ നാട്ടിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നെ നിയമമൊന്നും താൻ പഠിപ്പിക്കണ്ട. അറിവില്ലെങ്കിൽ കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാ. കൊച്ചമ്മ വിടറാ എന്നെ. എടുത്തോണ്ട് പോടാ. എന്നെ വിടാനല്ലേ പറഞ്ഞത്? കൊച്ചമ്മ എടാ, ഞാൻ വിടാൻ. ചോദിച്ചോ? എന്നെ കൊണ്ടങ്ങ് വയ്ക്കോ. ഞാൻ ചോദിക്കാൻ വന്ന് ചോദിച്ചിരിക്കും. എടാ വിടാൻ. അത് കൊള്ളാം. ഇപ്പൊ ഞാനാണ് കുറ്റക്കാരി. ചങ്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞ മാഞ്ചേട്ടൻ ഗീതയോട് ചോദിക്കാന്ന് പറഞ്ഞല്ലോ. മില്ല് തുറക്കാൻ പോകാം ഇപ്പൊ തന്നെ വൈ. കൊച്ചമ്മ ചെന്ന്. ഇതെന്തൊരു നാശമായ എന്റെ കർത്താവേ. മാഞ്ചേട്ടൻ ഒന്നും വിചാരിക്കരുത്. ആ ഏലിക്കുട്ടി വന്ന് എന്തോ പറഞ്ഞോണ്ടാ കൊച്ചമ്മ ഇങ്ങനെ. ഓ ഇനാം ബീച്ചിക്ക് കൂട്ട് മരപ്പെട്ടി. ആരാ ചേട്ടാ ഈനാൻ പറ്റി? ഏലിക്കുട്ടി അല്ലാതാരാ? മരപ്പെട്ടി. നിന്റെ കൊച്ചമ്മ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. നീ വെറും കരുതല്ലേടാ.